വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യകാലത്ത് ദ്രാവിഡ ജനത തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങളുടെ പങ്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിത പ്രാരാബ്ധങ്ങളെ രോഷത്തോടെ പാടി ആദിപരാശക്തിയെ ആരാധിച്ചിരുന്നു. ദാരികാസുരനെ വധിച്ചു കലിതുള്ളി വന്ന ഭദ്രകാളിയുടെ കോപമടക്കാൻ ശിവഗണങ്ങൾ ദേവീസ്തുതികൾ പാടി നൃത്തം ചവിട്ടിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഉത്സവം എന്നും നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ വധിച്ചതിൽ സംഹാരരുദ്രയായി മധുരാനഗരം ദഹിപ്പിച്ച വീരനായിക കണ്ണകിയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ആണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഭഗവതിയുടെ സ്തുതിയായ തോറ്റൻപാട്ടിൽ വടക്കം കൊല്ലത്തെ കണ്ണകയ്ക്ക് പകരം കന്യാവു കാളി രൂപം പൂണ്ട് പാണ്ഡ്യരാജാവിനെ വധിക്കുന്നതായി കാണാം. ഭരണി മഹോത്സവം കേരളത്തിലാകമാനമുള്ള പ്രത്യേകിച്ചും വടക്കൻ ജില്ലയിലെ ദ്രാവിഡ വിഭാഗങ്ങളുടെ അനുഷ്ഠാനമാണ്. തെക്കേ ഇന്ത്യയിലെ ശക്തി ഉപാസകരും ഭഗവതി ഭക്തരും ഇതിൽ പങ്കെടുക്കുന്നു. കൊടുങ്ങല്ലൂരുകാരായ ദ്രാവിഡരും ഇതിൽ ക്രിയാത്മകമായി ഇടപെടുന്നുണ്ട്. കുടുംബികൾ, പുലയർ, അരയർ, വള്ളോൻ, വേലൻ, വിശ്വകർമ്മജർ എന്നിങ്ങനെ പല സമുദായങ്ങൾക്ക് ഭരണിയിൽ പ്രത്യേക പങ്കാളിത്തമുണ്ട്. തിരുവോണം നാളിൽ മലബാറിലെ തച്ചോളി വീട്ടുകാരുടെ കോഴിക്കല്ല് മൂടൽ ചടങ്ങാണ് പ്രധാനം. കോഴിക്കല്ലിൽ ചുവന്ന പട്ടു വിരിച്ച് പൂവൻ കോഴിയെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. അതോടെ കാളിയും ദാരികനും തമ്മിൽ യുദ്ധം തുടങ്ങുന്നു എന്നാണ് വിശ്വാസം. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രം പകൽ സമയത്ത് മുഴുവൻ തുറന്നു കിടക്കുന്നു. അതിനാൽ ദർശനം നടത്താൻ സൗകര്യമാണ്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് ഭക്തർ കൂട്ടമായി എത്തുന്നു. തിരുവോണം നാൾ മുതൽ ക്ഷേത്രത്തിലേക്ക് വെളിച്ചപ്പാടന്മാർ കൂട്ടമായി എത്തിത്തുടങ്ങുന്നു. അവർ തങ്ങളുടെ അവകാശത്തറകളിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്നു. ആറാമത്തെ ദിവസം രേവതി നാളിൽ കളമെഴുത്തും പാട്ടും വിളക്കും ആണ് ചടങ്ങുകൾ. രേവതി ദിവസം ഭദ്രകാളി ദാരികനെ വധിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. രേവതി സന്ധ്യയ്ക്ക് കാളി ദാരികനിൽ നേടിയ വിജയം അറിയിച്ചുകൊണ്ട് രേവതി വിളക്ക് തെളിയുന്നു. ആയിരക്കണക്കിന് ഭക്തർ ആണ് രേവതി ദിവസം ദർശനത്തിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. പിറ്റേന്ന് 7-ാം ദിവസം അശ്വതി നാളിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ കൊടുങ്ങല്ലൂർ തമ്പുരാൻ്റെ നേതൃത്വത്തിൽ വടക്കേ നട അടച്ചുപൂട്ടി രഹസ്യപൂജയായ തൃച്ചന്ദനച്ചാർത്ത് നടത്തുന്നു. ഈ സമയത്ത് കോമരക്കൂട്ടങ്ങളും ഭക്തരും പുറത്ത് ഭഗവതി സ്തുതികൾ പാടി നൃത്തം ചെയ്യുകയും ഉറഞ്ഞു തുള്ളുകയും ചെയ്യുന്നു. പൂജ പൂർത്തിയാക്കി കോയ്മ പട്ടുകുട ഉയർത്തുന്നതോടെ കാവു തീണ്ടൽ ആരംഭിക്കുന്നു. ഏകദേശം 4 മണി കഴിഞ്ഞാവും ഈ ചടങ്ങ് നടക്കുക. ഈ സമയത്ത് മനോഹരമായി ചെമ്പട്ടണിഞ്ഞ് വാളും ചിലമ്പും പൂമാലയും ചിലപ്പോൾ നാരങ്ങമാലയും ധരിച്ച കോമരക്കൂട്ടങ്ങളും ഭക്തരും കുറുവടി കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചെമ്പോല തകിടുകളിൽ ആഞ്ഞടിച്ച് 3 തവണ പ്രദക്ഷിണം ചെയ്ത് നൃത്തം ചെയ്യുന്നു. താനാരോ തന്നാരോ, അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ തുടങ്ങി ഭഗവതി സ്തുതികൾ മുഴങ്ങി കേൾക്കുന്നു. കോഴിക്കല്ല് മൂടുന്ന ദിവസമായ തിരുവോണം നാൾ മുതൽ ക്ഷേത്രത്തിലേക്ക് വെളിച്ചപ്പാടന്മാർ കൂട്ടമായി എത്തിത്തുടങ്ങുന്നു. ചെമ്പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടൽ, കോഴിയെ നടക്കി വയ്ക്കുക, വാളും ചിലമ്പും സമർപ്പണം,
രോഗശാന്തിക്കായി മഞ്ഞളും കുരുമുളകും അഭിഷേകം, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അകലുവാൻ തവിട്ടുമുത്തിക്ക് തവിടാടിക്കൽ, ഇഷ്ടവിവാഹത്തിനും ദീർഘമംഗല്യത്തിനുമായി പട്ടും താലിയും നടക്കിൽ വയ്ക്കുക തുടങ്ങി ധാരാളം വഴിപാടുകൾ ഭരണിയോടനുബന്ധിച്ച് നടക്കാറുണ്ട്. കാവു തീണ്ടലിൻ്റെ തുടർന്നുള്ള 7 നാൾ ക്ഷേത്രനട അടച്ചിടുന്നു. ഈ ദിവസങ്ങളിൽ പള്ളിമാടത്തിൽ ആവാഹിച്ചിരുത്തുന്ന ഭഗവതിക്ക് മുൻപിൽ ഭക്തർക്ക് വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ്. അശ്വതി നാളിൽ ശാക്തേയ ആചാരപ്രകാരമുള്ള തൃച്ചന്ദന ചാർത്ത് പൂജയാണ്. ഇതൊരു രഹസ്യ പൂജയാണ്. അതോടെ ഭഗവതി ഒരു സാധാരണക്കാരിയായി മാറുന്നു എന്നാണ് ഐതിഹ്യം. ദാരികവധത്തിന് ശേഷം കോപം അടങ്ങാത്ത ഉഗ്രരൂപിണിയായ ഭദ്രകാളിയെ ശാന്തയാക്കാൻ ശിവഗണങ്ങൾ ദേവീസ്തുതികൾ പാടി നൃത്തമാടിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അശ്വതി കാവു തീണ്ടൽ എന്നും നിരപരാധിയായ ഭർത്താവിനെ വധിച്ച പാണ്ഡ്യനെ ശപിച്ചു മധുരാദഹനം ദഹിപ്പിച്ച കണ്ണകിയുടെ കോപമകറ്റാൻ ആണെന്നും അതെല്ലാം ശാക്തേയ സമ്പ്രദായത്തിലെ പഞ്ചമകാര പൂജയുടെ ഭാഗമായുള്ള മൈഥുനത്തിന് പകരമാണ് ഇതെന്നും വിശ്വസിക്കപ്പെടുന്നു. ജീവൻ്റെ നിലനിൽപ്പിനും ആധാരമായ ലൈംഗികതയ്ക്ക് പ്രാചീന ഭാരതത്തിൽ ഒരു പാപം, അശ്ലീലം എന്നതിൽ ഉപരിയായി ചില ദൈവീകമാനങ്ങൾ കൊടുത്തിരുന്നതായി താന്ത്രിക ഗ്രന്ഥങ്ങളിൽ കാണാം. ദക്ഷിണേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശാക്തേയരും കാളി ഉപാസകരും ഭഗവതി ഭക്തരും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. ചിലർ അടുത്തുള്ള കടലിൽ കുളിച്ച് ഭഗവതിയെ തൊഴുന്നു. ആദ്യകാലങ്ങളിൽ നടക്കൽ പൂവൻകോഴിയെ അറുത്ത് ബലി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. 1953 മൃഗബലി പൊതുക്ഷേത്രങ്ങളിൽ നിരോധിച്ചത് മൂലം അതിനു പകരമായി ചുവന്ന പട്ടുകൊണ്ട് ബലിക്കല്ല് മൂടുന്ന ചടങ്ങാണ് നടത്തപ്പെടുന്നത്. കൂടാതെ പ്രതീകാത്മകമായി കുമ്പളങ്ങ മുറിക്കലും കോഴിയെ പറപ്പിക്കലും നടത്തിവരുന്നു. നിരോധനം വരുന്നതിന് മുമ്പ് വടകരയിലെ തച്ചോളി വീട്ടിലെ അവകാശമായിരുന്നു ആദ്യത്തെ പൂവൻകോഴി ബലി കൊടുക്കുക എന്നത്. മീനമാസത്തിലെ തിരുവോണ നാളിൽ അവകാശികളായ ഭഗവതി വീട്ടിലെ പ്രതിനിധികൾ വടക്കേ നടയിലെ നടപ്പന്തലിൻ്റെ അടുത്തുള്ള പ്രധാന ദീപസ്തംഭത്തിനു താഴെ വട്ടത്തിലുള്ള 2 വലിയ കല്ലുകൾ കുഴിയുണ്ടാക്കി അതിലിട്ട് മൂടുന്നു. അതിനുമേൽ മണൽ തിട്ടയുണ്ടാക്കി ചുവന്ന പട്ട് വിരിക്കുന്നു. ഭഗവതി വീട്ടിലെ കാരണവർ തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് 3 പ്രാവശ്യം വിളിച്ച് ചോദിക്കും. കോഴികളെ ആദ്യം സമർപ്പിക്കുന്നതിനുള്ള അവകാശികളായിട്ടുള്ള വടക്കേ മലബാറിലെ തച്ചോളി തറവാട്ടിലെ പ്രതിനിധികൾ 3 തവണ മണൽ തിട്ടയെ പ്രദക്ഷിണം വെച്ച് ചുവന്ന പട്ടിൽ പൂവൻകോഴികളെ സമർപ്പിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ തെക്കുകിഴക്കേ മൂലയിൽ വേണാടൻ കൊടികൾ ഉയരും. തുടർന്ന് ക്ഷേത്ര അധികാരികളും പിന്നെ ഭക്തരും കോഴികളെ സമർപ്പിക്കും. ക്ഷേത്രാധികാരിയായ വലിയ തമ്പുരാൻ എടമുക്ക് മൂപ്പന്മാർ ചുമക്കുന്ന പല്ലക്കിൽ സർവാഭരണഭൂഷിതനായി വലിക്കൽപ്പുരയിൽ എഴുന്നള്ളുന്നു. പാലക്കൽ വേലൻ പടിഞ്ഞാറേ നടയിൽ പീഠമിട്ട് ഇരിക്കും. തമ്പുരാൻ്റെ അനുവാദത്തോടെ അടികൾ പൂജയ്ക്കായി ശ്രീകോവിലിൽ പ്രവേശിക്കും. ഈ സമയം തന്ത്രിയും തമ്പുരാനും പരിവാരങ്ങളും ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കും. ശ്രീകോവിലിൻ്റെ എല്ലാ പൂജാസാധനങ്ങളും പുറത്ത് വെച്ച് പരാശക്തിയുടെ പ്രതിഷ്ഠയിൽ നിന്നും ആഭരണങ്ങൾ എല്ലാം അഴിച്ചു മാറ്റി ശ്രീകോവിൽ കഴുകി വൃത്തിയാക്കുന്നു. പിന്നീടുള്ള പൂജകൾ പുതിയ പാത്രങ്ങൾ ഉപയോഗിച്ചാണ്. കരിക്ക് മൂട് വെട്ടി ആ കരിക്കും വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത്
തൃച്ചന്ദനമുണ്ടാക്കി വിഗ്രഹത്തിൽ ചാർത്തുന്നു. അടികൾക്കാണ് ഇതിനവകാശം. ദേവി ഒരു സാധാരണക്കാരിയായി മാറുന്നു എന്നാണ് സങ്കല്പം. പാരമ്പര്യമായി കിട്ടിയ രഹസ്യമന്ത്രങ്ങൾ കൊണ്ട് തൃച്ചന്ദന പൂജകൾ കഴിഞ്ഞ് അടികൾമാരും അകത്തുണ്ടായിരുന്ന തന്ത്രിയും തമ്പുരാനും പുറത്തിറങ്ങും. പിന്നീടാണ് കാവ് തീണ്ടലിന് തമ്പുരാൻ അനുവാദം കൊടുക്കുന്നത്. തൃച്ചന്ദന ചാർത്തിന് ശേഷം വരിയരി പായസം നിവേദിക്കും. ഇതിനുള്ള നെല്ല് പരമ്പരാഗതമായി എത്തിക്കുന്നത് ഗുരുവായൂരിനടുത്ത കുരഞ്ഞിയൂർ കീഴേപ്പാട്ട് തറവാട്ടിലെ പ്രതിനിധിയാണ്. ഉത്രട്ടാതി നാൾ മുതൽ കാവിൽ കോമരങ്ങൾ എത്തിത്തുടങ്ങും. രേവതി വിളക്കിന് വടക്കുനിന്നും തെക്കുനിന്നും കോമരങ്ങളുടെ വൻ കൂട്ടം തന്നെ കാവിൽ ഉണ്ടാകും. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നും ധാരാളം പേർ ഭരണിക്ക് എത്താറുണ്ട്. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട എന്നീ തെക്കൻ ജില്ലകളിൽ നിന്നും ഭക്തർ എത്താറുണ്ട്. കോയമ്പത്തൂർ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്താറുണ്ട്. പക്ഷേ കോമരങ്ങൾ കൂടുതലും കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ നിന്നാണ്. ഓരോ ദേശത്തും ഒരു പ്രധാന കോമരത്തിൻ്റെ കീഴിൽ ഒരു സംഘം ഉണ്ടാകും. കോമരങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്തർ വരുന്നത് വഴിപാടു സാധനങ്ങളുമായാണ്. അവർ വഴിക്ക് ചില വീടുകളൊക്കെ കയറി ഭിക്ഷ സ്വീകരിച്ചു കൊണ്ടാണ് വരാറ്. അങ്ങനെ തെണ്ടി വരണം എന്നുമുണ്ട്. ഭിക്ഷയായി കിട്ടുന്ന നെല്ല് ചാക്കിലാക്കി ചുമന്നു നടക്കാൻ കോമരത്തിനൊപ്പം വേറെയും ആളുകൾ ഉണ്ടാകും. വഴിപാടായി നെല്ല് കൂടാതെ തിന പോലുള്ള ധാന്യങ്ങൾ, കുരുമുളക്, മഞ്ഞൾപ്പൊടി, എള്ള്, കടുക്, തേങ്ങ എന്നിവയുമുണ്ടാകും. ഇവ പൊതിഞ്ഞു കെട്ടി പള്ളിമാടത്തിലേക്ക് എറിയുകയാണ് ചെയ്യാറ്. നാണയങ്ങളും എറിയാറുണ്ട്. കുരുമുളകും മഞ്ഞൾപ്പൊടിയും വസൂരിമാലയുടെ കെട്ടിലേക്കും എറിയും. കുരുമുളകും മഞ്ഞൾപ്പൊടിയുമാണ് വഴിപാടായി ഏറ്റവും കൂടുതൽ വരാറുള്ളത്. കാവ് തീണ്ടലിനായി എത്തുന്ന കോമരങ്ങൾ കാവിൻ്റെ കിഴക്കേ നടയിലുള്ള വടക്കേടത്ത് മഠത്തിൻ്റെ മുറ്റത്താണ് തടിച്ചുകൂടുക. ഇവിടത്തെ അറയിൽ ഭഗവതി സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. ഇവിടെ നിന്നും വെളിച്ചപ്പാട് പൂജിച്ച് നൽകുന്ന വാളുമായാണ് കോമരങ്ങൾ കാവ് തീണ്ടുന്നത്. അതിനുശേഷം നട തുറക്കുമ്പോൾ ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദമാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു. നട തുറന്നു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ കോവിലത്തെ വലിയ തമ്പുരാനെ ദേവിയുടെ ഭക്തന്മാരും യോഗക്കാരും ചേർന്ന് ആനയിച്ച് കൊണ്ടുവരുന്നു. അദ്ദേഹം കിഴക്കേ നടയിലുള്ള നിലപാടുതറയിൽ കയറി കോയ്മ സ്വീകരിക്കുന്നതോടെ കാവ് തീണ്ടൽ ആരംഭിക്കുകയായി. പാലയ്ക്കവേലൻ്റെ കയ്യിൽ നിന്നും ഇളനീർ വാങ്ങിക്കുടിച്ച ശേഷമാണ് തമ്പുരാൻ തൻ്റെ കോയ്മയായ നമ്പൂതിരിക്ക് പട്ടുകുട ഉയർത്താനുള്ള ഉത്തരവ് കൊടുക്കുന്നത്. ആദ്യം കാവ് തീണ്ടാനുള്ള അനുമതി പാലയ്ക്കവേലനാണ്. അതിനുശേഷം അതുവരെ ഊഴം കാത്തു നിൽക്കുന്ന കോമരങ്ങളും ജനങ്ങളും ഒന്നിച്ച് ആവേശലഹരിയോടെ ദിക്കുകൾ മുഴങ്ങുന്ന തരത്തിൽ മരങ്കമ്പുകൊണ്ട് ചെമ്പു മേഞ്ഞ മേൽക്കൂരയിൽ അടിച്ചുകൊണ്ട് 3 പ്രാവശ്യം വലം വയ്ക്കുന്നു. അതാണ് കാവ് തീണ്ടൽ. കാവ് തീണ്ടൽ എന്ന് പറയുന്നത് ആദ്യകാലത്ത് കാവുമായി ബന്ധമുണ്ടായിരുന്ന എല്ലാ ജാതിക്കാർക്കും പിന്നീട് ക്ഷേത്രം വിലക്കപ്പെട്ടപ്പോൾ വർഷത്തിലൊരിക്കൽ കാവിൽ പ്രവേശിക്കാനായി ഒരുക്കപ്പെട്ട ഒരു ദിനമാണ്. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ദേവീഭക്തരും കോമരങ്ങളും ഉറഞ്ഞുതുള്ളി 3 വട്ടം ക്ഷേത്രത്തെ വലം വയ്ക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലെ ചെമ്പു മേഞ്ഞ ഭാഗത്ത് അടിച്ചുകൊണ്ടാണ് ഈ പ്രദക്ഷിണം വയ്ക്കൽ നടക്കുന്നത്. കാവ് തീണ്ടൽ കഴിഞ്ഞ് പിറ്റേ ദിവസം ഭരണി നാളിൽ വരിനെല്ലിൻ്റെ പായസമാണ് നിവേദ്യമായി നൽകുക. കാളി ദാരിക യുദ്ധത്തിൽ മുറിവേറ്റ് ചികിത്സ കഴിഞ്ഞ് ആദ്യം നൽകുന്ന നിവേദ്യമാണ്
വരിയരി പായസം. അതിനുശേഷം ഭഗവതിയെ പള്ളിമാടത്തിൽ സങ്കല്പിച്ചിരുത്തും. കിണ്ടിയിൽ ഉടയാടകളും വാൽക്കണ്ണാടിയും വെച്ച് അതിനു മുമ്പിൽ നെറ്റിപ്പട്ടം വിരിച്ചു വെച്ച് കിഴക്കോട്ട് നിലവിളക്കുകൾ തെളിയിക്കും. അതോടെ വടക്കേ നട കോമരങ്ങൾ വെന്നിക്കൊടി ഉയർത്തുന്നതോടെ ഭരണി മഹോത്സവം സമാപിക്കുന്നു. പ്രധാന വഴിപാടുകളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.